ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ. കേരളത്തിലെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണമെന്ന് മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ കേന്ദ്ര തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്തയച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ SIR നീട്ടിവെക്കണമെന്നാണ് രാഷ്ട്രീയ പാർട്ടികൾ ആവശ്യപ്പെട്ടിരുന്നു. ഈ നിർദ്ദേശം പരിഗണിച്ചാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നിലപാടറിയിച്ചത്. ഋഷിപാലുണ്ട് പ്രധാന വാർത്തയുമായി. റിപ്പോർട്ടർ പുറത്തുവിട്ട വാർത്തയാണ്. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കാൻ പോവുകയാണോ ഋഷിപാൽ? കാരണം കേരളത്തിൽ രാഷ്ട്രീയ സാഹചര്യം അനുകൂലമല്ല. തദ്ദേശ തെരഞ്ഞെടുപ്പ് നവംബർ മാസത്തിൽ നടക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ 4 മാസത്തിന് ഇടയിൽ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പ് വരും. ഇതിനുള്ള ഒരുക്കങ്ങൾക്കിടയിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം ഏറെക്കുറെ അസാധ്യമാണ്. തെരഞ്ഞെടുപ്പ് മത്സരിക്കുന്ന പ്രധാനപ്പെട്ട 2 കക്ഷികളും മുഖ്യ മുന്നണികൾ തന്നെ എതിർപ്പറിയിച്ച പശ്ചാത്തലത്തിലാണോ തിരഞ്ഞെടുപ്പ് ഇലക്ടറൽ ഓഫീസറുടെ ഈ നീക്കം? അരുൺകുമാർ, മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ കഴിഞ്ഞ ദിവസം വിളിച്ച രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ യോഗത്തിൽ UDF-ഉം LDF-ഉം SIR-നെ ഒരുപോലെ എതിർത്തിരുന്നു. ബീഹാർ മാതൃകയിൽ സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന പ്രഖ്യാപനമാണ് CPM പ്രതിനിധിയും കോൺഗ്രസ് പ്രതിനിധിയും ആ യോഗത്തെ അറിയിച്ചത്. മാത്രവുമല്ല, തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിനൊരു കാരണമായി ചൂണ്ടിക്കാണിക്കുകയും ചെയ്തിട്ടുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പ് മുന്നൊരുക്കങ്ങൾക്കിടയിൽ അതേ ഉദ്യോഗസ്ഥന്മാരെ വെച്ച് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നടപ്പിലാക്കുക എന്ന ചോദ്യം രാഷ്ട്രീയ പാർട്ടികൾക്ക് ഈ യോഗത്തിൽ ഉന്നയിച്ചിരുന്നു. ഈ ഒരു കാരണം ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന് കത്തെഴുതിയിരിക്കുന്നത്. ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് പൂർത്തിയാകുന്നതുവരെ ആ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലേക്ക് കടക്കാം. ആ സമയം വരെ നീട്ടിവെക്കണം എന്നൊരാവശ്യമാണ് ഒരു നിർദ്ദേശമായി മുന്നോട്ട് വെച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. ഏതായാലും ഈ മാസം തന്നെ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ സമയപ്രഖ്യാപനം നടത്തുകയാണ്. അതിന് തൊട്ടു മുന്നെയാണ് ഇങ്ങനെയൊരു നിർണായകമായ ഇടപെടൽ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ നടത്തിയിരിക്കുന്നത്. ഏതായാലും ബീഹാർ പോലെയല്ല, ഇവിടെ സംസ്ഥാന സർക്കാരിനെ നയിക്കുന്ന CPM-ഉം LDF-ഉം ഈ വോട്ടർ പട്ടിക പരിഷ്കരണത്തെ ശക്തിയുക്തം എതിർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ എളുപ്പത്തിൽ നടപ്പിലാക്കാൻ പറ്റില്ല എന്നതാണ്. കാരണം BLO-മാർ മാത്രം പോരാ, BLA-മാരുടെ സഹായവും രാഷ്ട്രീയ പാർട്ടികളുടെ സഹായവും ഇല്ലെങ്കിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം പൊളിഞ്ഞുപോകും എന്ന പൂർണ്ണമായ വിലയിരുത്തലിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുന്നുണ്ട്. കാരണം 2002-ലെ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കിയാണ് സംസ്ഥാനത്ത് തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിലേക്ക് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കടക്കുന്നത്. 2025-ലെ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കി പരിഷ്കരണം നടപ്പിലാക്കണമെന്ന ആവശ്യം കൂടി LDF-ഉം UDF-ഉം ഒരുപോലെ ഉന്നയിക്കുന്നുണ്ട്. കാരണം 2002-ൽ വോട്ടർ പട്ടിക പരിഷ്കരിച്ചപ്പോൾ ഏതാണ്ട് 20% പേരെങ്കിലും പട്ടികയ്ക്ക് പുറത്തായിട്ടുണ്ട്. അതേ സാഹചര്യം സംസ്ഥാനത്ത് വരും. കാരണം നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏതാണ്ട് ഏപ്രിൽ മാസം നടക്കാൻ സാധ്യതയുണ്ട്. ആ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോലും ബാധിക്കുമെന്ന ഒറ്റ കാരണത്താലാണ് UDF-ഉം LDF-ഉം ഈ കാര്യത്തിൽ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത്. ഏതായാലും തദ്ദേശ തെരഞ്ഞെടുപ്പ് ഉള്ളത് കൊണ്ട് തന്നെ നാളെ തദ്ദേശ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. അവിടെയുള്ള പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥന്മാരെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു അടിയന്തര യോഗം കൂടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ഋഷിപാലാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. വളരെ സുപ്രധാനമായ ഒരു വാർത്തയാണ് ഇപ്പോൾ വരുന്നത്. മുഖ്യ തിരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കറാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷണർക്ക് കത്തയച്ചിരിക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ തിരഞ്ഞെടുപ്പ് ഓഫീസർ നേരത്തെ യോഗം നടത്തിയിരുന്നു. ആ യോഗത്തിൽ കോൺഗ്രസും CPM-ഉം അടക്കമുള്ള എല്ലാ രാഷ്ട്രീയ കക്ഷികളും BJP ഒഴികെ SIR നടപ്പാക്കുന്നത് അപ്രായോഗികമാണ് എന്ന നിലപാടെടുത്തത്. ആ നിലപാട് ശരിവെച്ചുകൊണ്ട് രത്തൻ ഖേൽക്കർ ഇപ്പോൾ ഇലക്ഷൻ കമ്മീഷണർക്ക് കത്തെഴുതിയിരിക്കുന്നു. കേരളത്തിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം നീട്ടിവെക്കണം എന്നുള്ളത്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ടർ ബിഗ് ബ്രേക്ക്. ഋഷിപാലാണ് ചേർന്നത്.